ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ പലപ്പോഴും പറയാറുണ്ട് എനിക്കത് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും, എനിക്കത് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് അത് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതുപോലെയുള്ള ഡെയിലി ലൈഫ് സെന്റൻസുകൾ എങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ള സിമ്പിളായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ട് ഇഷ്ടപ്പെടുമ്പം ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. എനിക്ക് വീട് വിൽക്കേണ്ടി വന്നു, എനിക്ക് എൻ്റെ കാറ് വിൽക്കേണ്ടി വന്നു, എനിക്കൊരു ഫോണ് വിൽക്കേണ്ടി വന്നു. ഇങ്ങനെ പല കാരണങ്ങളും നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ വേണ്ടി വന്നു എന്ന് പറയുമ്പം ഇത് പാസ്റ്റിൽ കഴിഞ്ഞൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഡ് ടു എന്നുള്ളത്. ഹാഡ് അല്ല, ഹാഡ് ടു. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സെന്റൻസ് പറയാം? എനിക്ക് എൻ്റെ വീട് വിൽക്കേണ്ടി വന്നു. എന്തോ ഒരു കാരണത്താല് അത് ഞാൻ കാരണം കൂടി പറഞ്ഞിട്ട് പറയാം, പക്ഷെ ഇപ്പം സിമ്പിൾ ആയിട്ട് പറയാം. എനിക്കെൻ്റെ വീട് വിൽക്കേണ്ടി വന്നു. എങ്ങനെ പറയാ? ഐ ഹാഡ് ടു, വിൽക്കുക സെൽ അല്ലേ. അപ്പൊ ഇവിടെ ഹാഡ് ടു, ഹാവ് ടു, വിൽ ഹാവ് ടു ഒക്കെ വരുന്ന സമയത്ത് വെർബ് V1 ഫോം ആണ് കേട്ടോ വേണ്ടത്. അല്ലാതെ ഹാഡ് മാത്രമാണെങ്കിൽ നമ്മൾ വെർബ് V3 ഫോമിലായിരിക്കണം. ഐ ഹാഡ് ടു സെൽ മൈ ഹൗസ്. ഐ ഹാഡ് ടു സെൽ മൈ ഹൗസ്. എനിക്ക് എൻ്റെ വീട് വിൽക്കേണ്ടി വന്നു. ഇനി നമുക്ക് എൻ്റെ കാറ് വിൽക്കേണ്ടി വന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാഡ് ടു സെൽ മൈ കാർ. ഫോൺ ആണെങ്കിൽ ഫോൺ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പലതും നമുക്ക് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്ത് പറയാട്ടോ. അതിന് വേണ്ടിയിട്ട് ഹാഡ് ടു യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാണ്, ഇന്നലെ അവൻ സ്കൂൾ ലീവ് ആക്കേണ്ടി വന്നു അല്ലേ. എന്തോ ഒരു കാരണത്താല് ഇന്നലെ അവൻ സ്കൂള് ലീവ് ആക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു ടേക്ക് ലീവ് ഫ്രം സ്കൂൾ യെസ്റ്റർഡേ. ഹി ഹാഡ് ടു ടേക്ക് ലീവ് ഫ്രം സ്കൂൾ യെസ്റ്റർഡേ. ഇന്നലെ അവൻ സ്കൂൾ ലീവ് ആക്കേണ്ടി വന്നു. സ്പെഷ്യൽ ഉള്ളത് കൊണ്ട് അവൻ ഇന്ന് നേരത്തെ പോകേണ്ടി വന്നു അല്ലേ. അപ്പൊ ഇവിടെ ഒരു കാരണം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സെന്റൻസ് പറയാം. സ്പെഷ്യൽ ഉള്ളത് കൊണ്ട് അവൻ ഇന്ന് നേരത്തെ പോകേണ്ടി വന്നു. ഇങ്ങനെ പറയാം, ഹി ഹാഡ് ടു ലീവ് ഏർലി. അവൻ ഇന്ന് നേരത്തെ പോകേണ്ടി വന്നു ബിക്കോസ് there was a special. there was a special അല്ലേ, സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയാം. അപ്പോ he had to leave early because there was a special class. അവന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളത് കൊണ്ട് ഇന്ന് നേരത്തെ പോകേണ്ടി വന്നു. ഇനി ഇത് വരാനിരിക്കുന്ന കാര്യമായിട്ട് പറയുമ്പം എങ്ങനെ പറയാം? അതായത് എനിക്ക് കുറച്ച് പണം ആവശ്യമുള്ളത് കൊണ്ട് എൻ്റെ വീട് വിൽക്കേണ്ടി വരും. എങ്ങനെ പറയാ? എനിക്ക് കുറച്ച്, ഇത് നമുക്ക് പാസ്റ്റിലും പറയാട്ടോ. എനിക്ക് കുറച്ച് പണം ആവശ്യമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം ആയത് കൊണ്ട് എൻ്റെ വീട് വിൽക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം വിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വരാനിരിക്കുന്ന കാര്യം പറയുമ്പോൾ എപ്പോഴും വില്ലും വുഡൊക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ. വില്ല് ഷോളൊക്കെയാണ്. അപ്പോൾ ഐ വിൽ ഹാവ് ടു, ഇവിടെ ഹാവ് ടു ആണ്, അതിന്റെ കൂടെ ഒരു വില്ലും യൂസ് ചെയ്തു. ഐ വിൽ ഹാവ് ടു സെൽ മൈ ഹൗസ്. എനിക്ക് എൻ്റെ വീട് വിൽക്കേണ്ടി വരും ബിക്കോസ് ഐ നീഡ് സം മണി അല്ലേ. അപ്പോൾ എനിക്ക് കുറച്ച് പണം അത്യാവശ്യമുള്ളതുകൊണ്ടാണ് എൻ്റെ വീട് വിൽക്കേണ്ടി വരും എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പറഞ്ഞ സെന്റൻസിലും കൂട്ടി പറയാം. എനിക്ക് കുറച്ച് പണം അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട് വിൽക്കേണ്ടി വന്നു എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാര്യമായി. അവിടെ നമ്മൾ എന്ത് പറയണം? ഐ ഹാഡ് ടു സെൽ മൈ ഹൗസ് ബിക്കോസ് ഐ നീഡ് സം മണി എന്ന് പറയാം. ഇനി വിൽക്കേണ്ടി വരും അല്ലെ, വിറ്റിട്ടില്ല, വിൽക്കേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു സെൽ മൈ ഹൗസ് ബിക്കോസ് ഐ നീഡ് സം മണി. ഓക്കെ, അപ്പൊ ഇത് ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞു. എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് ഓഫീസ് ലീവാക്കേണ്ടി വരും. പറയാറുണ്ടല്ലോ നമ്മൾ, എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് ഓഫീസ് നാളെ ലീവാക്കേണ്ടി വരും. വരും എന്നാണ് പറയുന്നത്. ഐ വിൽ ഹാവ് ടു ടേക്ക് ലീവ് ഫ്രം ഓഫീസ് ടുമോറോ. എനിക്ക് നാളെ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും ബിക്കോസ് ഐ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ. ഐ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ. അപ്പം ഐ വിൽ ഹാവ് ടു ടേക്ക് ലീവ് ഫ്രം ഓഫീസ് ടുമോറോ ബിക്കോസ് ഐ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളത് കൊണ്ട് നാളെ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്, അവന് രാവിലെ ട്യൂഷൻ ഉള്ളത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഉണ്ടാക്കേണ്ടി വരും. എങ്ങനെ പറയാ? അവന് രാവിലെ ട്യൂഷൻ ഉള്ളത് കൊണ്ട്
ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ സെന്റൻസ് നോക്കൂ. അവന് രാവിലെ ട്യൂഷൻ ഉള്ളത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഹി ഹാസ് ട്യൂഷൻ ഇൻ ദ മോർണിംഗ്. അവന് രാവിലെ ട്യൂഷൻ ഉണ്ട്, സോ ആഡ് ചെയ്ത് പറയാം ട്ടോ. അപ്പം ഉള്ളത് കൊണ്ട് ഐ വിൽ ഹാവ് ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏർലി. അവന് രാവിലെ ട്യൂഷൻ ഉള്ളത് കൊണ്ട്, ഇനി ഇവിടെ നമുക്ക് ബിക്കോസ് യൂസ് ചെയ്ത് പറയാം, ഐ വിൽ ഹാവ് ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏർലി ബിക്കോസ് ഹി ഹാസ് ട്യൂഷൻ ഇൻ ദ മോർണിംഗ് എന്നും പറയാം. അല്ലെങ്കിൽ ഹി ഹാസ് ട്യൂഷൻ ഇൻ ദ മോർണിംഗ്, സോ ഐ വിൽ ഹാവ് ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏർലി. ഓക്കെ, എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും അല്ലേ? എനിക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരാനുള്ള കാര്യമാണ് ഐ വിൽ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ടുമോറോ. ഐ വിൽ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ടുമോറോ. അവൾക്ക് കൂടുതൽ പഠിക്കേണ്ടി വരും. അവൾക്ക് കൂടുതൽ പഠിക്കേണ്ടി വരും. ഷീ വിൽ ഹാവ് ടു സ്റ്റഡി ഹാർഡർ. ഷീ വിൽ ഹാവ് ടു സ്റ്റഡി ഹാർഡർ. നമുക്കിപ്പോൾ പോകേണ്ടി വരും. എങ്ങനെ പറയാ? വി വിൽ ഹാവ് ടു ലീവ് നൗ. വി വിൽ ഹാവ് ടു ലീവ് നൗ. ഇങ്ങനെയാണ് നമ്മൾ വരാനുള്ളൊരു കാര്യം പറയേണ്ടത്. അപ്പൊ വിൽ ഹാവ് ടു പറഞ്ഞു, ഹാഡ് ടു പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, എനിക്ക് രാവിലെ 7 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ എത്തണം, അത് നിർബന്ധമാണ്. ഈ സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് രാവിലെ 7 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ടു ആണ് കേട്ടോ. ഓക്കെ, എങ്ങനെ പറയാം? ഐ ഹാവ് ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് 7 AM. I have to reach the railway station at 7 AM. ഇനി റെയിൽവേ സ്റ്റേഷൻ മാറ്റിയിട്ട് നമുക്കിവിടെ ബസ് സ്റ്റോപ്പ് പറയാം, അതുപോലെ തന്നെ ഓഫീസ് പറയാം, സ്കൂള് പറയാം, എയർപോർട്ട് പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിക്കൊടുക്കാം. എനിക്കിപ്പോൾ എയർപോർട്ടിൽ പോകണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എയർപോർട്ടിൽ പോകേണ്ടതുണ്ട്. I have to go to the airport now. I have to go to the airport now. എനിക്ക് 12 മണിക്ക് ഒരു മീറ്റിങ്ങിന് പോകാനുണ്ട്. എനിക്ക് 12 മണിക്ക് ഒരു മീറ്റിങ്ങിന് പോകാനുണ്ട്. ഐ ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ് അറ്റ് 12 o'clock. ഐ ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ് അറ്റ് 12 o'clock. എനിക്ക് 12 മണിക്ക് ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാനുണ്ട് അല്ലേ? അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യാനുണ്ട്. അതിപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് നാളെ രാവിലെ 5 മണിക്ക് മരുന്ന് കഴിക്കണം. 5 മണിക്ക് കഴിക്കാനുള്ള ഒരു മരുന്നാണ്. നിർബന്ധ സാഹചര്യത്തിലാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്യുക കേട്ടോ. ഐ ഹാവ് ടു ടേക്ക് മൈ മെഡിസിൻ അറ്റ് 5 AM ടുമോറോ. ഐ ഹാവ് ടു ടേക്ക് മൈ മെഡിസിൻ അറ്റ് 5 AM ടുമോറോ. എനിക്ക് നാളെ രാവിലെ 5 മണിക്ക് മരുന്ന് കഴിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കഴിക്കണം. ഓക്കെ, ഇവിടെ ഹാവ് ടു യൂസ് ചെയ്യുന്നു, വെർബ് വി1 ഫോം. ഹാവ് ടു യൂസ് ചെയ്താലും വെർബ് വി1 ഫോം, അതുപോലെ ഹാഡ് ടു യൂസ് ചെയ്യുമ്പോഴും വെർബ് വി1 ഫോം. ഇനി നമ്മൾ ഇതിന്റെ സിംഗുലർ ആയിട്ട് പറയുന്ന സമയത്ത് അവന് സ്കൂളിൽ പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ അവന് സ്കൂളിൽ പോകണം. ഇവിടെ സബ്ജക്റ്റ് അവനാണല്ലോ. ഹി ഹാസ് ടു പറയാ വി1 ഫോം യൂസ് ചെയ്യുക. ഹി ഹാസ് ടു ഗോ ടു സ്കൂൾ. ഹി ഹാസ് ടു ഗോ ടു സ്കൂൾ. അവൾക്ക് നേരത്തെ എഴുന്നേൽക്കണം അല്ലെങ്കിൽ അവൾക്ക് നേരത്തെ എഴുന്നേൽക്കാനുണ്ട്. ഷി ഹാസ് ടു വേക്ക് അപ്പ് ഏർലി. ഷി ഹാസ് ടു വേക്ക് അപ്പ് ഏർലി. അവൻ എല്ലാ ദിവസവും പഠിക്കണം. അത് നിർബന്ധമാണ്. അവൻ എല്ലാ ദിവസവും പഠിക്കണം, അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് ടു യൂസ് ചെയ്ത് പറയുന്നത്. ഇതൊരു ശീലമല്ല, അതൊരു നിർബന്ധിത ഘട്ടമാണ്. ഹി ഹാസ് ടു സ്റ്റഡി എവറി ഡേ. ഹി ഹാസ് ടു സ്റ്റഡി എവറി ഡേ. അവൾക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കണം. അവൾക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കണം. ഷി ഹാസ് ടു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഷി ഹാസ് ടു കുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അവൾക്ക് രാവിലെ 9 മണിക്ക് മുമ്പ് ഓഫീസിലെത്തണം. അവൾക്ക് രാവിലെ 9 മണിക്ക് മുമ്പ് ഓഫീസിലെത്തണം. ഷീ ഹാസ് ടു റീച്ച് ദ ഓഫീസ് ബൈ 9 AM. ഷീ ഹാസ് ടു റീച്ച് ദ ഓഫീസ് ബൈ 9 AM. അവൾക്ക് 9 മണിക്കുള്ളിൽ ഓഫീസിലെത്തണം. അതായത് 9 മണി ആകുമ്പോഴേക്കും അവൾക്ക് അവളുടെ മുറി വൃത്തിയാക്കണം. അവൾക്ക് അവളുടെ മുറി വൃത്തിയാക്കണം. ഷീ ഹാസ് ടു ക്ലീൻ ഹെർ റൂം. ഷീ ഹാസ് ടു ക്ലീൻ ഹെർ റൂം. അവനിന്ന് നേരത്തെ പോകേണ്ടി വന്നു. അവനിന്ന് നേരത്തെ പോകേണ്ടി വന്നു. കഴിഞ്ഞ കാര്യമാണ് പറയുന്നത് കേട്ടോ. സെന്റൻസ് ശ്രദ്ധിച്ച് കേൾക്കണം. അവന് ഇന്ന് നേരത്തെ പോകേണ്ടി വന്നു. സബ്ജക്റ്റ് അവനാണ്, പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സെന്റൻസ് ഇതാണ്. ഹി ഡേഷ് ലീവ് ഏർലി ടുഡേ.
ഹി ഡേഷ് ലീവ് ഏർലി ടുഡേ. അവന് എന്ന സബ്ജക്റ്റ് ആണ്, പോകേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ ഹാവ് ടു ഉണ്ട്, ഹാസ് ടു ഉണ്ട്, ഹാഡ് ടു ഉണ്ട്. ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, ഇനി അവൾക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അവൾക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇവിടെ ഏതാണ് വേണ്ടത്? ഷീ ഡേഷ് ഗോ ടു ദ ഹോസ്പിറ്റൽ ടുമോറോ. ഷീ ഡേഷ് ഗോ ടു ദ ഹോസ്പിറ്റൽ ടുമോറോ. ഓപ്ഷൻസ് ഹാസ് ടു, ഹാവ് ടു, വിൽ ഹാവ് ടു. ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അവൾക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹാവ് ടു, ഹാവ് ടു, വിൽ ഹാവ് ടു, ഹാസ് ടു എന്നുള്ളതൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഡെയിലി ലൈഫ് സെന്റൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.